ചില ആൾക്കാർ പറയാറുണ്ട് നമ്മൾ കുട്ടികളെ തല്ലി വളർത്തിയാലേ പിള്ളേർ നന്നാവത്തുള്ളൂ. അമ്മ അതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോടൊന്നും ചോദിക്കുന്നില്ല. തല്ലി വളർത്തേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞങ്ങൾ 8 പേര് വളർന്നിപ്പം എല്ലാവരും 8 പേരും വളർന്ന് വലുതായല്ലോ. അപ്പൊ അമ്മയുടെ കാഴ്ചപ്പാടില് അമ്മ തല്ലാത്തത് കൊണ്ട് ആരെങ്കിലും മോശമായെന്നോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നന്നായെന്നോ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഹലോ ആൻഡ് വെൽക്കം ടു ബൈലിംഗൽ വിത്ത് ഡിസ്നി. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അമ്മയാണ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മൾ ആസ് എ പേരൻറ്റ് നല്ലതാണോ അല്ലയോ എന്ന് എങ്ങനെയാണെന്ന് അറിയുന്നേ. നമുക്കൊരിക്കലും അത് നമ്മുടെ കുട്ടികളോട് അവരുടെ മുന്നിൽ വെച്ച് ചോദിച്ചിട്ട് കാര്യമില്ല, നിനക്ക് അമ്മേനെ അച്ഛനോ ഇഷ്ടമാണോ എന്ന്. അവർ ചിലപ്പോൾ അങ്ങനെ ഇഷ്ടമല്ലാന്നോ അല്ലെങ്കിൽ ഇഷ്ടമാണെന്നായിരിക്കും പറയാനുള്ള ചാൻസ് കൂടുതൽ. നമുക്ക് നമ്മുടെ പേരൻറ്റിങ് നല്ലതാണോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മളില്ലാത്തപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്തില്ലാത്തപ്പം നമ്മളെക്കുറിച്ച് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ ഒക്കെ അടുത്ത് നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് നമ്മളെക്കുറിച്ച് പേരൻസിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പേരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മുടെ പേരൻറ്റിങ് വിജയകരമായിരുന്നോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, എൻ്റെ അമ്മ ഭയങ്കര നല്ലതാണ്, എന്നെ നന്നായി നോക്കി. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇപ്പം ഞാനിപ്പോൾ ജോലിയിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാം, അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്നർത്ഥം എനിക്ക് എൻ്റെ പേരൻസ് എന്നെ നന്നായി ചെറുപ്പത്തിൽ നോക്കി. അപ്പോൾ ചിലപ്പം ചില ആൾക്കാർ പോയി പറയും, ഇല്ല എനിക്ക് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര എന്നെ മോശമായിട്ടാണ് നോക്കിയെന്ന്. ആ ഒരു വിധത്തിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ പേരൻസ് നമ്മളോട് ചെറുപ്പത്തിൽ നല്ലതായിരുന്നു എന്ന്. ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നത്, ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം ഞാൻ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ കരയുമായിരുന്നു. ചെറിയ കാര്യം മതി എനിക്ക് കരയാൻ. അപ്പം എൻ്റെ കരച്ചിൽ ഇത്രയും ഫേമസ് ആയിരുന്നു, എൻ്റെ അയൽവക്കംകാരായ ആൾക്കാർക്ക് വരെ അറിയായിരുന്നു ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ചെറിയ ചെറിയ കാര്യത്തിന് കരയുന്ന വാശിയുള്ള ഒരു കുട്ടി എന്നായിരുന്നു എന്നെക്കുറിച്ചുള്ള പരക്കെ ഒരു തൊട്ട അയൽവക്കത്തുകാർക്കെല്ലാം ഞാൻ അങ്ങനെ കുപ്രസിദ്ധിയായിരുന്നു ഞാൻ. അപ്പം അത് നിർത്താനായിട്ട് പലരും പല മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കുന്നത് എൻ്റെ ചേട്ടന്മാരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ കളിയാക്കുമായിരുന്നു. എന്താ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് എന്നെക്കുറിച്ച് സ്ഥിരം പറയുന്നൊരു കാര്യമായിരുന്നു. ഞാൻ കരഞ്ഞാൽ അപ്പം പറയാം, തുടങ്ങി കരച്ചിൽ. അല്ലെങ്കിൽ പറയുന്ന കമൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ അവർ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്, ആ സമയത്ത് നമുക്ക് സ്റ്റീരിയോ അല്ലെങ്കിൽ റെക്കോർഡറുണ്ട്. അപ്പം അതിനകത്ത് നമ്മളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കും നമ്മൾ കരയുന്നതിൻ്റെ. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അമ്മ അത് ഓർക്കുന്നുണ്ടോ? എന്തോ പിള്ളേർ തമാശ കാണിക്കുന്ന ഓർമ്മയുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ എന്നെ അത് കേൾപ്പിക്കും, എൻ്റെ കരച്ചിലൊക്കെ മാറുമ്പോൾ. അപ്പം അങ്ങനത്തെ പല പല പ്രതിവിധികൾ അപ്പം നോക്കിയിട്ടുണ്ട് എന്നെ കരച്ചിൽ നിർത്താനായിട്ട്. പക്ഷേ അമ്മ മാത്രം ഞാൻ കരഞ്ഞാൽ എന്നെ കളിയാക്കത്തില്ല. എന്നെ കളിയാക്കുന്നവരെ വഴക്ക് പറയും, നീ എന്തിനാ അവളെ വെറുതെ കളിയാക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ എത്ര കരഞ്ഞാലും അമ്മ എന്നെ ആശ്വസിപ്പിക്കും, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കും, ഉമ്മ തരും, പോട്ടെ മോളെ എന്ന് പറയും. ഇത്രേ ഉള്ളൂ. പക്ഷേ അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്, ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ കരയുന്ന കാരണങ്ങൾ ഞാൻ ഓർക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും. ഒരു പേജ് മറച്ചു, അത് ശരിയായില്ല, അല്ലെങ്കിൽ ഒരു കോഴി വീട്ടിനകത്ത് കയറിയതിനെ ഞാൻ ഓടിച്ചു വിടുന്നതിന് പകരം വേറൊരാൾ ഓടിച്ചു വിട്ടു. അതിനൊക്കെയാണ് ഞാൻ കരയുന്നത്. അപ്പം ഞാൻ കരച്ചിൽ നോൺ സ്റ്റോപ്പ് കരച്ചിലായിരിക്കും. അത് ഒന്നെങ്കിൽ ചില ആൾക്കാർ വഴക്ക് പറയും കരച്ചിൽ നിർത്താനായിട്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇപ്പം ഈ പറഞ്ഞ പോലെ കളിയാക്കും, പരിഹാസത്തിലൂടെ അത് മാറ്റാമെന്ന് പറയും. അല്ലെങ്കിൽ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ എൻ്റെ ചേട്ടന്മാർ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ അതിൻ്റെയൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ തന്നെ കേൾപ്പിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നേരം എനിക്ക് നാണംകേടാവുമല്ലോ. എന്ത് വൃത്തികേടായിട്ടാണ് ഞാൻ കരയുന്നത്, എന്ത് വൃത്തികേടായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കരയുമ്പോൾ, അങ്ങനെ തോന്നി നിർത്തിക്കാനായിട്ട്. പക്ഷേ അമ്മേനെ ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മ ഒരിക്കൽ പോലും അങ്ങനെ ഞാൻ കരയുമ്പം, നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ കരയുന്നത്, എപ്പോഴും ഇവള് കരച്ചിലാണല്ലോ, ഇങ്ങനത്തെ ഒരു കമൻറ്റും അമ്മ പാസ്സാക്കിയിട്ടില്ല. അങ്ങനെ കരയുന്നതിനെ അമ്മ കളിയാക്കിയിട്ടുമില്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഞാനതിപ്പോഴും ഓർത്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് അന്ന് എന്നെ അവർ കളിയാക്കിയത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. അമ്മ എന്നെ ആശ്വസിപ്പിച്ചത് അതുപോലെ തന്നെ എന്നെ നന്നായും ചെയ്തിട്ടുണ്ട്. വളർന്നു വന്നപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, ഞാൻ പണ്ടത്തെ പോലെ ഒരു കരയുന്നൊരു കുട്ടിയല്ല ഇപ്പോൾ. അത് എങ്ങനെ മാറിയെന്നുള്ളത് എനിക്കൊരിക്കലും ഞാൻ പരിഹാസത്തിനോ എന്നെ ആ സമയത്ത് വഴക്ക് പറഞ്ഞത് കൊണ്ടോ അല്ല
ഞാൻ എൻ്റെ കരച്ചിലെന്നുള്ള ആ ഒരു പ്രതിഭാസം മാറിയതെന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. എനിക്ക് തന്നെ അത് പറയാൻ പറ്റും. എന്നെ കളിയാക്കിയത് കൊണ്ടോ എന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടോ ഒന്നുമല്ല എൻ്റെ കരച്ചിൽ മാറിയത്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങളിപ്പോഴും കുട്ടികളുടെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു പരാജയമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടല്ല, എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, എൻ്റെ അമ്മ അന്ന് എന്നെ കെട്ടിപ്പിടിച്ചല്ലോ, എൻ്റെ അമ്മ എന്നെ മനസ്സിലാക്കിയല്ലോ, എല്ലാവരും എന്നെ മനസ്സിലാക്കാതിരുന്നപ്പോൾ എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. അല്ലാതെ അവരെന്നെ കളിയാക്കി അതുകൊണ്ട് എൻ്റെ കരച്ചിൽ നിർത്തി, അതുകൊണ്ടൊന്നുമല്ല. ഒരു സർട്ടൻ ഏജ്, അത് ആ ഒരു ഏജിലായിരുന്നു ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഞാനത് തന്നെ നിർത്തി. ഞാനത് കരയത്തില്ല. ഞാൻ അങ്ങനെ ചെറിയ തൊട്ടാവാടി എന്നായിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയുടെ കുട്ടിക്കാലത്തിൽ അമ്മയ്ക്കത് എത്രമാത്രം ഓർമ്മയുണ്ട്? അമ്മയുടെ സ്കൂളിലൊക്കെ അമ്മ എവിടെയാണ് പഠിച്ചതൊക്കെ? അമ്മയുടെ പേരൻസിൻ്റെ കൂടെ നിന്നാണോ അമ്മ സ്കൂളിൽ പഠിച്ചത്? അല്ലെങ്കിൽ എവിടെയാണ് അമ്മ സ്കൂളിലൊക്കെ പോയത്? ഞാൻ എൻ്റെ ഇച്ചാൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ നിന്ന 10ാം ക്ലാസ് വരെ പഠിച്ചത്. 4ാം ക്ലാസ് വരെ തൊട്ടടുത്തായിരുന്നു സ്കൂള്. വീട്ടിൽ നമുക്ക് പോയി ഉച്ചയ്ക്ക് വന്ന് വീട്ടിൽ വന്ന് ഉണ്ണായിരുന്നു. എൻ്റെ കൂടെ കൂട്ടുകാരികളെല്ലാവരും നമ്മുടെ വീട്ടിൽ ചോറുണ്ണാൻ വരുമായിരുന്നു. അങ്ങനെ ചോറുണ്ടേച്ച് പോയായിരുന്നു. പക്ഷെ 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ SNTP സ്കൂളുണ്ട്, ഹൈസ്കൂള്. അവിടെ വിട്ടില്ല അപ്പച്ചി, ഇച്ചാൻ്റെ ചാച്ചന്. അവിടെ വിടാതെ 5-6 കിലോമീറ്റർ നടന്ന് സെന്റ് തോമസ് സ്കൂളിലാണ് വിട്ടത്. അപ്പൊ അമ്മയുടെ സ്വന്തം പേരൻസിന്റെ കൂടെ അല്ല നിന്നത്? അല്ല. അമ്മ അത് എപ്പോഴേലും അവധിക്കാലത്ത് ഇച്ചാന് അന്നത്തെ കാലത്ത് കാറൊക്കെ ഉണ്ട്. ഇച്ചാന് ലൈസൻസ് ഒക്കെ എല്ലാവർക്കും മേടിച്ച്, അന്നൊക്കെ മധുരയിലും കണ്ട് പോയാൽ ലൈസൻസ് കൊണ്ടാക്കി കൊടുക്കണ്ടേ. കാറൊക്കെ ഓടിക്കാൻ പഠിപ്പിച്ച് മധുരയിലൊക്കെ കൊണ്ടുപോയി ലൈസൻസ് ഒക്കെ മേടിച്ച് കൊടുക്കും. അപ്പോൾ ഇച്ചാൻ ഞങ്ങളെ കാറിനാണ് കൂട്ടാൻ വരുന്നത്. കാറിന് വന്ന് ഞങ്ങളെ ചേച്ചി ഉണ്ടായിരുന്നു, ഒരു 4ാം ക്ലാസ് വരെ ചേച്ചി അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെയും ചേച്ചിയും കൂടെ കൊണ്ടുപോകും വീട്ടിലോട്ട്. അവിടെ പോയി ചെല്ലുമ്പോൾ അവിടെ അനിയത്തിമാരൊക്കെ ഉണ്ട്, എൻ്റെ അനിയത്തിമാരൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക്, അവധി 2 മാസമല്ലേ ഉള്ളൂ, 1 മാസം കഴിയുമ്പോൾ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വരും. അപ്പം തിരിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. അപ്പം ഞാൻ എൻ്റെ ഇച്ചാൻ്റെ അമ്മയോട് ചോദിക്കുമായിരുന്നു, അമ്മച്ചിന്നാണ് വിളിക്കുന്നത്, അമ്മച്ചിയോട് ചോദിക്കുമായിരുന്നു, പെരുവന്താനത്തെ ഇച്ചാനാണ്. അപ്പോൾ പെരുവന്താനത്തെ ഇച്ചാൻ താമസിക്കുന്നത്, പെരുവന്താനത്തെ ഇച്ചാനെ നമുക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. സ്വന്തം അപ്പനെ ബന്ധമുണ്ടോന്ന്. അങ്ങനെ അത് എന്നെ കൊണ്ടിക്കൊണ്ട് പോയി ഞങ്ങൾക്ക് അതായത് എന്തെങ്കിലുമൊക്കെ മേടിച്ചു തന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വിടും. അത് കഴിഞ്ഞ് എല്ലാ അവധിക്കാലത്തും വന്ന് കൊണ്ടുപോകും, ഈ 2 മാസത്തെ അവധിക്കാലത്ത്. എന്നിട്ട് അമ്മ എപ്പോഴേലും വലുതായപ്പോൾ ചോദിച്ചിട്ടുണ്ടോ അമ്മയുടെ പേരൻസിൻ്റെ അടുത്ത് എന്നെ എന്താണ് കൂടെ നിർത്താഞ്ഞെന്ന്? ഞാൻ ചോദിച്ചിട്ടില്ല. ആണോ? എന്താ ചോദിക്കാഞ്ഞേ? എന്നാണെന്ന് ചോദിച്ചിട്ടില്ല. എന്നാണേലും ഒരു ദിവസം ഇച്ചാൻ എന്നെ തല്ലാണെന്നും കണ്ടു വന്നു. അപ്പം എന്നെ തല്ലരുതെന്ന് തോന്നുന്നു. അത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് എന്തോ ആവശ്യം വെച്ചാൽ എന്താ അരിശം വന്നപ്പോൾ തല്ലാൻ വേണ്ടി വന്നു. അപ്പം എന്നോട് തല്ലരുത് ഞാൻ പറഞ്ഞു. അതെ, എന്നാന്ന് വെച്ചാൽ തല്ലിയൊന്നുമില്ല, എന്നെ തല്ലിയില്ല, എൻ്റെ അനിയത്തിക്കോട് കൊടുത്തു. ഇത്ര അങ്ങനെ. പിന്നെ അമ്മ സ്കൂളിലൊക്കെ പൊക്കോണ്ടിരുന്നപ്പം അമ്മയ്ക്ക് അന്നേരം അമ്മയുടെ സ്വന്തം പേരൻസിന്റെ കൂടെ അല്ലല്ലോ നിൽക്കുന്നല്ല. അന്നേരം അമ്മയ്ക്ക് ആരായിരുന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നേ? ഭക്ഷണം രാവിലെ വീട്ടിലെ വലിയൊരു മിറ്റമെല്ലാമാണേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ അരിയൊക്കെ എടുത്തിടും. അമ്മ തന്നെ? എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ? കുറച്ച് ഓർമ്മയുള്ളപ്പോഴാണ്, ചെറുപ്പത്തിട്ടായിട്ട് ഓർക്കുന്നില്ല. അരി ഇടും, എന്നിട്ട് പോയി ഒരു മിറ്റം മുഴുവൻ അടിക്കണം. 4 വശത്തെ മിറ്റം, മണലൊക്കെ വിരിച്ചിട്ടിരിക്കുന്ന മിറ്റമാണ്. മിറ്റം അടിക്കണം. പിന്നെ ഇച്ചാൻ്റെ ചാച്ചൻ ഇങ്ങനെ കിണ്ടി മൊന്ത ഇങ്ങനെയുണ്ട്, പിന്നെ കോളാമ്പി, ഇതെല്ലാം തേച്ച് കഴിയുന്നതിനകത്തെല്ലാം വെള്ളം എടുത്ത് വെക്കണം, ഇതെല്ലാം വെക്കും. അപ്പോഴത്തേക്ക് മിക്കവാറും ഞാൻ പൊതി കെട്ടുന്നത് ഒരു സമ്മന്തി അരച്ചിട്ട് അത് കെട്ടിക്കൊണ്ടോ. സമ്മന്തി അമ്മ അരയ്ക്കുമോ? അതരയ്ക്കും, അരകല്ലെ കൊണ്ടുവച്ച് ഇച്ചിരി സമ്മന്തി അരച്ച് അതുകൊണ്ടായിരിക്കും പോകുന്നത്. ചില ദിവസമൊക്കെ ഇച്ചായൻ്റെ അനിയൻ്റെ ഭാര്യയൊക്കെ എവിടെയുണ്ട്, അവർ പിന്നെ കറി വെച്ചെങ്കിൽ കറി വെക്കും രാവിലെ. അപ്പം ചില ദിവസമൊക്കെ കറിയും കിട്ടിപ്പോയിട്ടുണ്ട്, അല്ലാത്ത ദിവസമെല്ലാം സമ്മന്തിയാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ സമ്മന്തി അരച്ച് പോയി. അല്ല എല്ലാവരും ഈ കഷ്ടപ്പാടെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ കഷ്ടപ്പാടാരും കണ്ടാൽ. ഇനി വേറെ കാര്യമുണ്ട് കേട്ടോ, അമ്മ ഇതൊന്നും ഞങ്ങളുടെ അടുത്ത് അധികം ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം ഇത്ര കുഞ്ഞിലെ ഒന്നും അമ്മ പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പം ഇത്രയും വലുതായി കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ പറയുന്നത്. എൻ്റെ ചെറുപ്പകാലം അമ്മയുടെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു എന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ചോദിക്കുമ്പോഴാണ് പറയുന്നത്. അല്ലാതെ എൻ്റെ ചെറുപ്പകാലത്തിൽ അമ്മ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ നിന്നെ പോലെ അല്ലായിരുന്നു, ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചതെന്നോ, സ്കൂളിൽ ഇങ്ങനെ നടന്നു പോയി ഞാൻ തന്നെ ചോറും കറിയും വെക്കുമെന്നോ അമ്മ പറഞ്ഞിട്ടില്ല.
ഞങ്ങളുടെ അടുത്ത്. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുമ്പോൾ മാത്രമേ അമ്മ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇങ്ങനെയാണ് വളർന്നതെന്നുള്ളത്. പക്ഷെ അത് ഇപ്പം അങ്ങനെയല്ലമ്മേ. ഇപ്പം ഞങ്ങളൊക്കെ അങ്ങനെയല്ല. ഞങ്ങൾ പറയും ഞാനൊക്കെ കണ്ടില്ലേ മലയൊക്കെ കയറിയാണ് സ്കൂളിൽ പോയതെന്ന് കുട്ടികളോട് ചെറുപ്പത്തിൽ തന്നെ പറയും. പക്ഷെ അമ്മ അത് പറയാതിരുന്നതും വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. സാധാരണ നമ്മളുടെ കഷ്ടപ്പാടുകൾ എത്രയാണെന്ന് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. പക്ഷെ അമ്മ ചോദിച്ചാലല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ അമ്മ പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മ ഞങ്ങളെ വളർത്തിയപ്പം അമ്മയ്ക്ക് ഏറ്റവും ഉണ്ടായിരുന്ന കഷ്ടപ്പാട് എന്തായിരുന്നു? എല്ലാവരും തമ്മിലുള്ള വഴക്കായിരുന്നോ, അതോ അടുക്കളയിലുള്ള പണിയായിരുന്നോ, അതോ മൊത്തത്തിലുള്ള പണിയായിരുന്നോ? എന്തായിരുന്നു നമുക്ക് ഏറ്റവും കഷ്ടപ്പാട്? എല്ലാ പണിയുണ്ട്. അടുക്കളയിലും പണിയുണ്ട്, രാവിലെ എഴുന്നേറ്റാലും പണിയുണ്ട്. പിള്ളേരെ എല്ലാവരും സ്കൂളിൽ വിടണ്ടേ. ഞങ്ങളപ്പോ 8 പേരുണ്ട്. അറിയത്തില്ല, 5 പേർക്ക് വരെ പൊതി കെട്ടിയിട്ടുണ്ട് ഒന്നിച്ച്. അതെ, അപ്പൊ ഈ 5 പേർക്ക് ഒരുമിച്ച് പൊതി കെട്ടിക്കൊണ്ടിരിക്കുമ്പം കുട്ടികൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെയായിരുന്നു അതിനെ മാനേജ് ചെയ്യുന്നത്? ഞാൻ ഒന്നും അടിയൊന്നും കൊടുത്തതായിട്ട് ഓർക്കുന്നേ ഇല്ല. ഇച്ചാൻ ഇടയ്ക്ക് ഓരോ വഴക്കൊക്കെ പറയുമായിരുന്നു പിള്ളേരെയൊക്കെ. അല്ലാതെ ഞാൻ ഇങ്ങനെ അടിച്ചതായിട്ടോ വഴക്ക് പറയുന്നതായിട്ടോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല. അന്നത്തെ എല്ലാവരും കൂടി ഇവരെല്ലാരും കൂടി ചിലവ് അടിയൊക്കെ ഉണ്ടാക്കുന്നേ. പറമ്പിക്കൂടെ കിടന്ന് കളിക്കാനൊക്കെ പോകും, എന്നാൽ അടി ഉണ്ടാക്കും. അതിനിടയ്ക്ക് ഇങ്ങനെ വഴക്കും പറയുമായിരുന്നു. പിന്നെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് മാത്രം, ചെറുപ്പത്തിൽ മാത്രം. അല്ലാതെ വലുതായ പിന്നെ അങ്ങനെ ആരെയും വഴക്കൊന്നും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നേ ഇല്ല. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുള്ള സമയത്ത് ഇപ്പം അമ്മയ്ക്ക് 8 മക്കളാണുള്ളത്. ഞാൻ അമ്മയുടെ 8ാമത്തെ മോളാണ്. എൻ്റെ ചെറുപ്പത്തിൽ അമ്മ ഭയങ്കര ശാന്ത സ്വഭാവമുള്ള അമ്മ. ഒരിക്കലും ഒരു വഴക്ക് പോലും എന്നോട് പറഞ്ഞിട്ട് ഓർക്കും. ഞാൻ ഇപ്പോഴും അമ്മയുടെ അടുത്ത് ഒത്തിരി പേര് ഒന്ന് ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയാണ് 8 മക്കളുണ്ടായിട്ടും ദേഷ്യമില്ലാത്തതെന്ന്. അത് അമ്മ ഓർക്കുന്നുണ്ടോ? അമ്മയോട് ചോദിച്ചിട്ടില്ലേ? പക്ഷെ എനിക്ക് ദേഷ്യമില്ലായിരുന്നു. ദേഷ്യമൊന്നും തോന്നിയില്ല. ഓർക്കുന്നുണ്ടോ? വലുതായതിനു ശേഷം, ഞങ്ങളൊക്കെ വലുതായതിനു ശേഷം 2 കാര്യങ്ങൾ അമ്മ പറയുമായിരുന്നു. അത് ഒന്ന്, അമ്മ ഓർക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല, ഇപ്പം ആരെങ്കിലും നമ്മൾ വഴക്കുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു ബൈബിൾ വാക്യം പറയുമായിരുന്നു. നിങ്ങളോട് നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് എല്ലാ സമയത്തും വർക്കൗട്ട് ആവും. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പം 2 ചേട്ടന്മാർ ഒരുമിച്ച് ഒരു റൂമിൽ നിൽക്കുവാണ്. അപ്പം അവരമ്മയോട് വിളിച്ച് പറയുന്നത്, അമ്മേ ഇവൻ ആദ്യം കുക്ക് ചെയ്തില്ല, ഞാൻ ഇന്നലെ കുക്ക് ചെയ്തു, എന്നിട്ട് ഇവൻ ഇന്ന് കുക്ക് ചെയ്യേണ്ട ദിവസമായിരുന്നു, ഇവൻ കുക്ക് ചെയ്തില്ല, ഇവൻ ക്ലീൻ ചെയ്തില്ല. ഇങ്ങനത്തെ പരാതികളൊക്കെ അമ്മയോട് ഫോൺ വിളിച്ചൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്ന, നിങ്ങളോട് എങ്ങനെ ചെയ്യണമെന്ന് നിനക്ക് തന്നെ ആഗ്രഹം, അവൻ നിനക്ക് കുക്ക് ചെയ്ത് തരണം എന്നല്ലേ, അപ്പം നീ കുക്ക് ചെയ്യുക. അപ്പം ഈ ഒരൊറ്റ ഡയലോഗ് അമ്മ സ്ഥിരമായി അമ്മ ഇത് ഓർക്കുന്നുണ്ട്. അതെ, പറയായിരുന്നു. അതെന്നും എങ്ങനെ പഠിച്ചാന്നൊന്നും ഓർക്കുന്നില്ല. നിന്നോട് എങ്ങനെ പെരുമാറണം നീ ആഗ്രഹിക്കുന്നു, അങ്ങനെ നീ മറ്റുള്ളവരോട് പെരുമാറണം, അങ്ങനെ പറയുമായിരുന്നു. അപ്പം അന്നേരം ഈ ഫോൺ വിളിച്ച് പരാതി പറയുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോൾ പറയാനായിട്ട് വേറെ ഒന്നുമില്ല. നിനക്ക് എന്താണ് ആഗ്രഹം? അവൻ നിനക്ക് കുക്ക് ചെയ്ത് തരണം. അപ്പോൾ നീ അവന് കുക്ക് ചെയ്ത് കൊടുക്കണം. അന്നേരം പിന്നെ പരാതി പറഞ്ഞുകൊണ്ട് നമ്മൾ അമ്മേനെ വിളിക്കൂല. അതിന് പകരം നമ്മൾ സ്വയം ആ പ്രോബ്ലം സോൾവ് ചെയ്യും. അതുപോലെ വേറൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, ചെറുപ്പത്തിൽ അമ്മ പറയുന്ന വേറൊരു കാര്യമാണ്, 2 കൈ കൊണ്ടും അടിച്ചാലേ ഒച്ച കേൾക്കത്തുള്ളൂ എന്ന്. അത് ഓർക്കുന്നുണ്ടോ അമ്മ? ഈ 2 കാര്യങ്ങളാണ് അമ്മയുടെ പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. ഈ 2 ഡയലോഗിൽ അമ്മ ഞങ്ങൾ 8 മക്കളെ വളർത്തി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 2 കൈ കൊണ്ട് അടിച്ചാലേ ഒച്ച കേൾക്കൂ എന്നുള്ളത്. ഈ സിബ്ലിങ്സ് തമ്മിൽ വഴക്കുണ്ടാക്കത്തില്ലേ, ഞങ്ങൾ ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും തമ്മിൽ വഴക്കുണ്ടായിട്ട് അമ്മയുടെ അടുത്ത് പരാതിക്ക് പോവുകയാണ്, ഇവൻ എന്നെ തല്ലി, ഇവൻ എന്നെ അടിച്ചു. അന്നേരം അമ്മ പറയും, 2 കൈ കൊണ്ടും അടിക്കാതെ ഒച്ച കേൾക്കത്തില്ല, ഇനി നിന്റെ ഭാഗത്തെ കഥ പറയൂ. പക്ഷെ ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം അമ്മ വിധി നടപ്പിലാക്കത്തില്ല. അമ്മ 2 പേരുടെയും ഭാഗത്തു നിന്നുള്ളത് കേൾക്കും. നീ പറ, നീ എന്തുകൊണ്ട് ഇതിൻ്റെ ആദ്യം എങ്ങനെയാണ്, ഈ സ്റ്റോറി എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നീ അടിച്ചു, പക്ഷെ അതിന് ആദ്യം എന്താണ് സംഭവിച്ചത്? അപ്പം അമ്മ അത് മൊത്തം കേൾക്കും. അത് ഞാനിപ്പോഴും ഈ 2 ഡയലോഗ് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനും ചില സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ചിട്ട് അമ്മയുടെ അടുത്ത് പരാതി പറഞ്ഞാലോ എന്ന്. അപ്പം ഞാൻ സ്വയം മനസ്സിലാക്കും, അമ്മയുടെ അടുത്ത് പരാതി പറഞ്ഞാൽ അമ്മ പറയും, നിന്നോട് എങ്ങനെ മറ്റുള്ളവർ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ പെരുമാറാൻ. അപ്പോൾ അത് അമ്മ പറയുന്ന അറിയാവുന്നതുകൊണ്ട് പിന്നെ നമ്മൾ അമ്മയുടെ അടുത്ത് പരാതി പറയത്തില്ല. കാരണം അപ്പം നമ്മൾ തന്നെ ആലോചിക്കും, ഓ ഇതായിരിക്കും അമ്മ ഏറ്റവും അധികം പറയുന്നത്. അമ്മയ്ക്ക് ചെറുപ്പത്തിൽ അമ്മ കുസൃതി കാണിച്ചിട്ട് അമ്മനെ വല്ല വഴക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടോ? അമ്മച്ചി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തൊട്ടടുത്തൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അത് ചായൻ്റെ ഒരു പെങ്ങടെ മകളെ വകയിലും കണ്ട അവള്
4ാം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചത്. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് അവളെ SNDP സ്കൂളിൽ വിട്ടു. അവള് മഠത്തിലും പോയി. അമ്മേനെ സെന്റ് തോമസ് സ്കൂളിൽ വിട്ടിട്ട് അമ്മ മഠത്തിൽ പോയില്ല. SNDP സ്കൂളിൽ പോയിട്ട് അവളെ മഠത്തിലായി. ഇപ്പോഴും അവളുണ്ട് കേട്ടോ. അവളെ പറ്റി ഒന്ന് ചോദിച്ചു അന്വേഷിക്കണമല്ലോ. നാട്ടിലിങ്ങനെ ഉണ്ട് സിസ്റ്ററായിട്ട്. അതെ. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ വീട്ടിലായിരിക്കുമ്പോൾ ഒന്നിച്ച് കുളിക്കാൻ പോവുക എല്ലാം ചെയ്യായിരുന്നു. തൊട്ടടുത്ത് തോടൊക്കെ ഉണ്ട്. അപ്പം തെയ്യാമ്മേന്ന് അവിടെ പേര്. ഞങ്ങൾ ഒന്നിച്ച് പിന്നെ 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു ഒന്നിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ മലബാറിലോട്ടും പോരും അവരും അവിടെ നിന്ന് സ്ഥലം വിറ്റിട്ട് വേറെ സ്ഥലത്തോട്ട് പോയി. ആ സമയത്തൊക്കെ ഈ തല്ലലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സമയമാണ് അല്ലെ? പണ്ടത്തെ കാലത്ത് എല്ലാവരും തല്ലുമായിരുന്നു. എന്നിട്ട് അമ്മയായാലും തല്ലിയിട്ടുണ്ടോ? അമ്മച്ചി ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ തല്ലുകയോ എന്നറിയാം. പ്രാർത്ഥനയൊക്കെ ചിലപ്പോൾ മുട്ട നിന്ന് പ്രാർത്ഥനയല്ലായിരുന്നു കുറേയുടെ സമയത്തൊക്കെ. അപ്പൊ ചിലപ്പോൾ ഉറങ്ങിപ്പോയാലൊക്കെ അമ്മ ഇങ്ങനെ വന്ന് അകത്തോട്ടേക്ക് പിടിച്ച് ഞുള്ളുമായിരുന്നു. വല്യമ്മച്ചി അമ്മച്ചിയുടെ കൂടെ അല്ലേ നിന്നത്. ഈ പ്രാർത്ഥനയ്ക്കല്ലാതെ വേറെ കാര്യത്തിലൊന്നും തല്ലിയിട്ടൊന്നുമില്ല? ഓർക്കതേ ഇല്ല തല്ലിയിട്ടുള്ളതായിട്ടൊന്നും. പള്ളിയിലൊക്കെ രാവിലെ എഴുന്നേപ്പിച്ച് വിടുമായിരുന്നു. നല്ല സ്വഭാവമായോണ്ടായിരിക്കും. പള്ളിയിൽ പോകുമായിരുന്നു. തെയ്യാമ്പേ പോകുമായിരുന്നു. ഞങ്ങൾ പള്ളിയിലൊക്കെ പോകും. അല്ല, ഇതൊന്നും ഞങ്ങൾക്കും തല്ലൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ നല്ല സ്വഭാവം കൊണ്ടായിരിക്കും. നല്ലൊന്നും കിട്ടത്തില്ല. അല്ല അമ്മ, ചില ആൾക്കാർ പറയാറുണ്ട് നമ്മൾ കുട്ടികളെ തല്ലി വളർത്തിയാലേ പിള്ളേർ നന്നാവത്തുള്ളൂ എന്ന്. അമ്മ അതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോടൊന്നും ചോദിക്കുന്നില്ല. തല്ലി വളർത്തേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞങ്ങൾ 8 പേര് വളർന്നിപ്പം എല്ലാവരും 8 പേരും വളർന്ന് വലുതായല്ലോ. അപ്പൊ അമ്മയുടെ കാഴ്ചപ്പാടില് അമ്മ തല്ലാത്തത് കൊണ്ട് ആരെങ്കിലും മോശമായെന്നോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നന്നായെന്നോ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇല്ലല്ലോ. അപ്പൊ അതാണ് ചില ആൾക്കാർ ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനും അമ്മയും തല്ലി വളർത്തിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന്. അപ്പൊ ഞങ്ങളെ 8 പേരെ അമ്മ തല്ലിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ വളർന്ന് വലുതായപ്പോ അമ്മയ്ക്ക് ഞങ്ങളുടെ എന്തെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വഭാവം നല്ല പിള്ളേരായിട്ട് വളർന്നു. അതെ, ആണ് അമ്മ അപ്പം തെളിയിച്ചിരിക്കുകയാണ്. തല്ലാതെയും 8 മക്കളെ നന്നായി വളർത്താമെന്ന് അമ്മ തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ അമ്മയും ചാച്ചനും ഞങ്ങൾക്ക് തന്നൊരു കാര്യം സമയമാണ്. അവർ ഞങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അമ്മയുടെ അടുത്ത് പോയിട്ട് ഇപ്പം സ്കൂളിൽ എന്ത് കാര്യം നടന്നാലും അമ്മയുടെ അടുത്തൊന്ന് പറയാം. അമ്മ അത് ഫുള്ള് ഇരുന്ന് കേൾക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മ എനിക്ക് ആ സമയം തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. അത് അമ്മ അതിന് ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നത് വളരെ കുറവല്ലായിരുന്നു. എല്ലാവരും കളിച്ചും ഓടിക്കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ. ഞങ്ങൾ അങ്ങനെ ഒത്തിരി വഴക്കുണ്ടാക്കുന്ന പിള്ളേരായിരുന്നോ? അതോ? ഒത്തിരി വഴക്കൊന്നും ഉണ്ടാക്കലായിരുന്നു. പിന്നെ തൊട്ട അയൽവക്കത്തെ പിള്ളേർ നമ്മുടെ വീട്ടിൽ വന്നിരുന്നായിരുന്നു കളിക്കാനൊക്കെ വരുന്നത്. തങ്കയൊക്കെ ഞാനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണത്. നേരത്തെ ഈ പിള്ളേർ എല്ലാവരും നമ്മുടെ വീട്ടിൽ. അതുപോലെ അവര് അതിലൊക്കെ പിന്നെ മേരി അവരൊക്കെ പണിയാൻ പോവേ. അപ്പൊ അവർ മണത്തേച്ച് വരുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു ഇരിക്കുന്നത്. പിള്ളേരൊക്കെ എല്ലാവരും കൂടി കളിച്ച് ആര് വന്നവരും അവിടെ അവർ തമ്മിലും അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കുന്നതായിട്ട് ഓർക്കുന്നില്ല. അല്ല, ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൂടുതലും ഞാൻ എൻ്റെ ചേട്ടന്മാരുടെ കൂടെ കളിക്കുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ബുക്കുകൾ വായിക്കാനായിട്ട് ഇങ്ങനെ ഓരോരോ അയൽവക്കങ്ങളിൽ കയറി ഇറങ്ങി നടക്കുന്ന ഓർക്കുന്നുണ്ട്. ബുക്ക് വായിക്കുന്ന ചാച്ചനും മുമ്പിടി കഥ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുസ്തകം പഠിച്ചിട്ടുണ്ട്. ബാലരമ. എനിക്ക് തോന്നുന്നു ചാച്ചൻ ആ സമയത്ത് എന്തൊക്കെ ബുക്കുകൾ വാങ്ങിച്ചു തരാമോ അതൊക്കെ വാങ്ങിച്ചിട്ടുമായിരുന്നു. എനിക്ക് തോന്നുന്നു മെയിൻലി ഒറ്റയടിക്കിരുന്ന് കുറെ ബുക്കുകൾ വായിക്കും. എനിക്കൊന്ന് ഷെർലക് ഹോംസിന്റെ കഥകൾ വരെ എനിക്ക് ചാച്ചൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് 5 ആമക്കള് ഒരുപോലെ വളർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനും ഉണ്ടായിട്ടുണ്ട്. അമ്മയ്ക്ക് എൻ്റെ ഓർമ്മയിൽ, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മയിൽ അവരെക്കാളൊക്കെ അധികം വാശിയും വഴക്കും ഉണ്ടായിരുന്നത് എനിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിത് നമ്മോട് ചോദിക്കാൻ കാരണമുണ്ട്. ഒരുപാട് പേര്, അമ്മയ്ക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല, ഒരുപാട് പേര് പറയുന്നൊരു കാര്യമുണ്ട്, പെൺപിള്ളേരെ വളർത്താൻ എളുപ്പമാണ്, ആൺപിള്ളേരെ വളർത്താനാണ് പാട്, കാരണം അവർ ഭയങ്കര വഴക്കായിരിക്കുന്നത്. അതെപ്പോൾ ആര് പറഞ്ഞാലും ഞാൻ ഓർക്കുന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. കാരണം ഞാനായിരുന്നു വീട്ടിലെ വഴക്കാളി. പക്ഷെ എൻ്റെ ചേട്ടന്മാരൊക്കെ ഭയങ്കര സഹിഷ്ണുതയുള്ള ആൾക്കാരായിരുന്നു. എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്ന കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെ സാധിച്ചു തരുന്ന ആൾക്കാരായിരുന്നു അവർ, അല്ലേ? അല്ലാതെ എൻ്റെ ചേട്ടന്മാരൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വാശി പിടിച്ച് കരഞ്ഞാലും ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ എന്നെ കളിയാക്കുമെന്നിരിക്കലും കുറച്ച് നേരം കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമാണ്. ഞാൻ മിണ്ടാതൊക്കെ ഇരുന്നാൽ അവർക്ക് ഭയങ്കര വിഷമാണ്. എൻ്റെ കുഞ്ഞു കുഞ്ഞു വാശികൾക്കെല്ലാം അവർ നിന്ന് തന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ 5 ചേട്ടന്മാരും എൻ്റെ നേരെ മൂത്ത 5 ചേട്ടന്മാർക്കും ഞാൻ ഉണ്ടായതിൻ്റെ പേരിലൊരു പിണക്കം ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇളയൊരു കൊച്ചു വന്നു, അതുകൊണ്ട് ആ കൊച്ചിനെ ഒരു ശത്രുവായി കാണണമെന്ന് അവർ കരുതിയിട്ടില്ല.
ഞാനായിരുന്നു അവരോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. നേരെ തിരിച്ച് സാധാരണ നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞു കുട്ടി ഉണ്ടാകുമ്പോൾ നേരെ മൂത്ത ആൾക്ക് കുഞ്ഞു കുട്ടിയോടാണ് വഴക്ക് തോന്നേണ്ടത്. പക്ഷെ ഞാനല്ലായിരുന്നു ഇവരോടൊക്കെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും നിന്നെ കാര്യമായിരുന്നു. എല്ലാവർക്കും എന്നെ കാര്യമായിരുന്നു. ഞാനത് ഇപ്പം അതും എനിക്ക് സാധാരണ വീടുകളിൽ കാണുന്നതിലും ഡിഫറെൻ്റ് ആയി തോന്നിയൊരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ കേട്ടിട്ടുണ്ട്, രണ്ടാമത്തെ കൊച്ചു വന്നപ്പോൾ മൂത്ത കൊച്ചിന് വിഷമായി, ഇപ്പം മൂത്ത കൊച്ചാളെ കൊച്ചിനോട് വഴക്കുണ്ടാക്കുന്നു. അവര് തമ്മിൽ അങ്ങനെ ഉണ്ടായിരുന്നു. മൂത്ത 2 ചേച്ചിമാര്. ആലിയ ചെറുപ്പത്തിൽ ഡയന നല്ലപോലെ വർത്താനം, ഒരു 1.5 വയസ്സുള്ളപ്പോൾ നല്ലപോലെ വർത്താനം പറയായിരുന്നു അവള്. അപ്പോഴത്തേക്ക് അവൾക്ക് 1.5 വയസ്സ് 2 വയസ്സായപ്പോഴത്തേക്ക് ഡാലിയ ഉണ്ട്. ഡാലിയ എന്ന് പറയും, ഇവളെ കൊണ്ടേ കളയാൻ പറയുമായിരുന്നു. ഇവളെ നമ്മൾ എടുക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ചാച്ചനൊരു ദിവസം ഡയനയെ എടുത്തോണ്ട് ഡാലിയയെ എടുത്ത് ഡയനയെ കയ്യെ പിടിച്ചോണ്ട് പോയി ഒരു തെങ്ങിച്ചോട്ടി കൊണ്ട് ഇരുത്തി, ഇവളെ ഡാലിയയെ കൊണ്ട് ഇരുത്തിയിട്ട് ഇവർ രണ്ടും കൂടെ തിരിച്ചു പോരുമ്പോഴത്തേക്ക് ഡാലിയ കിടന്ന് കാറാൻ തുടങ്ങി. അന്നേരം പറഞ്ഞു, ചാച്ച കളയണ്ട, ചാച്ച അവളെ എടുത്തോ ചാച്ച എന്ന് പറഞ്ഞ് പിന്നെ കരയാൻ തുടങ്ങി. അവളെ കളയണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു പ്രാവശ്യം, പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല വേറെ ആരും തമ്മിൽ. അല്ല, പിന്നെ എൻ്റെ ചേട്ടന്മാരൊക്കെ എനിക്ക് തോന്നുന്നത്, എൻ്റെ നേരെ മൂത്ത ചേട്ടനൊക്കെ ഞാൻ ഓർക്കുന്നത് എവിടെ പോണെങ്കിലും ഞാൻ വേണം. ഇപ്പം അമ്മ പറയുകയാണ് പോയി മാവേൽ നിന്നൊരു മാങ്ങ പറിച്ചുകൊണ്ട് പോകാം, മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടയുടെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ചേട്ടൻ എടി നീ കൂടെ വാടി എന്ന് പറയും. എവിടെ പോകണേലും ഞാൻ കൂട്ടു പോകണമായിരുന്നു ആ ചേട്ടയ്ക്ക്. ഞാൻ കൂട്ടു പോവുകയും ചെയ്യും. എനിക്കിഷ്ടമായിരുന്നു ചേട്ടൻ കൂടെ പോകാൻ. അങ്ങനെ ഞങ്ങൾ ചേട്ടന്മാരും ഒക്കെ ആയിട്ട് അവർക്ക് ആർക്കും എന്നോടൊരു സിബ്ലിംഗ് റിവലറി ഇല്ലായിരുന്നു. എന്നോടൊരു അയളെ കൊച്ചായതുകൊണ്ട് അവർക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങൾ കുറഞ്ഞു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആരും എന്നോട് പെരുമാറിയിട്ടില്ല. അത് ഞാനിപ്പം ഒത്തിരി പേര് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് തരണം എന്ന് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മേനെ വേറൊരു വീട്ടിലാണ് കൊണ്ടുപോയി പഠിപ്പിച്ചത്. അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ അമ്മയുടെ സ്വന്തം പേരൻസിൻ്റെ കൂടെ നിന്നിട്ടില്ലെങ്കിലും ഞങ്ങളെല്ലാവരും അമ്മയുടെ കൂടെയാണ് നിന്നത്. സ്വന്തം മക്കളെ എല്ലാം അമ്മ കൂടെ നിർത്തുകയും ചെയ്തു. ഒരു പ്രാവശ്യം കണ്ട് സ്ഥലം പെറ്റ് മാറിയപ്പോൾ ഒരു 2 മാസത്തേക്ക് അത് എപ്പോഴും പറയും ഇതിനെ. അതെ, ഒരു പരീക്ഷ കഴിയുന്നത് വരെ മാർച്ചിലെങ്ങാണ്ട് ജനുവരിയിലെങ്ങാണ്ട് പോന്നു. അപ്പം മാർച്ചിലെ പരീക്ഷ കഴിഞ്ഞിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ തരത്തുള്ളൂ സാറ് പറഞ്ഞു. അങ്ങനെ ആയപ്പം എൻ്റെ വീട്ടിലോ ഒക്കെ നിർത്തേണ്ടി വന്നപ്പോൾ 2 മാസം നിർത്തിയിട്ടുള്ളൂ. അത് ഈ കഴിഞ്ഞ ദിവസം എന്താ പറയുന്നത് ഞങ്ങളെ അവിടെ നിർത്തിയത്. അതെ, അല്ല അന്നേരവും ഇന്നത്തെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അവർ പറയുമ്പോൾ പോലും എൻ്റെ അമ്മ തിരിച്ചു പറയത്തില്ല 10ാം ക്ലാസ് വരെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെ ഞാൻ നിന്നിട്ടില്ല എന്ന് അമ്മ പറയത്തില്ല. അമ്മ തിരിച്ച് നമ്മുടെ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ തിരിച്ചു പറയും. പക്ഷേ അമ്മ അത് തിരിച്ചു പറഞ്ഞിട്ടില്ല. അപ്പം ആ ഒരു അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും അമ്മയും ചാച്ചനും ഒരുമിച്ച് വളർത്തിയത് കൊണ്ടായിരിക്കും ഞങ്ങളിപ്പോഴും അല്ലേ വലുതായിട്ട് ഞങ്ങൾ 8 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമുള്ളതും ഞങ്ങൾ ആരും തമ്മിലൊരു വഴക്കില്ലാത്തതും. അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു നല്ല രീതിയിൽ അമ്മയ്ക്കും ചാച്ചനും ക്രെഡിറ്റ് തരും. കാരണം അമ്മയും ചാച്ചനും ഞങ്ങളെ അങ്ങനെ വളർത്തിയോണ്ടല്ലേ ഞങ്ങൾ ആരും തമ്മിൽ. നമ്മളിപ്പോൾ എത്ര കുടുംബങ്ങൾ കാണുന്നുണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത സഹോദരങ്ങൾ. പക്ഷെ നമ്മൾ 8 പേരും ഞങ്ങളെല്ലാ സാറ്റർഡേയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, അങ്ങനത്തെ എല്ലാവരും 8 പേരും തമ്മിലും ഒരു വഴക്കുമില്ല എന്നുള്ളത് ചാച്ചനും അമ്മയ്ക്കും തരേണ്ട ക്രെഡിറ്റാണ്. പിന്നെ ഇത്രയും വലുതായതിനു ശേഷം നമ്മൾ വഴക്കുണ്ടാക്കിയാൽ അതിന് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മളുടെ തന്നെ തെറ്റാണ്. പക്ഷെ ചെറുപ്പത്തിൽ ഞങ്ങൾ വളർന്നു വന്നപ്പോൾ എൻ്റെ ചേട്ടന്മാർ എന്ത് കാര്യമായിട്ടായിരുന്നറിയോ നോക്കിയിരുന്നത്. അതിന് ഞാൻ ക്രെഡിറ്റ് എൻ്റെ ചാച്ചനും അമ്മയ്ക്കാണ് കൊടുക്കുന്നത്. കാരണം അവരെ അനീത്തിയോട് ഒരു റിവലറി ഇല്ലാതെ വളർത്തിക്കൊണ്ട് വരാൻ അവർക്ക് സാധിച്ചതിന് കാരണം എനിക്ക് തോന്നുന്നത് ചാച്ചനും അമ്മയും അവരുടെ കൂടെയും സമയം സ്പെൻഡ് ചെയ്തു, എൻ്റെ കൂടെയും സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കുശുമ്പിൻ്റെ കാരണം ഇല്ല എന്നോട് പ്രത്യേകിച്ച്. അതിന് പകരം എന്നെ അവർ നല്ല ഭയങ്കര സ്പോയിൽ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് എന്നെ എൻ്റെ ചേട്ടന്മാരൊക്കെ ചേച്ചിമാരാണേലും വളർത്തിയത്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ചേച്ചിമാരുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ ആണെങ്കിലും എല്ലാവരും എന്നെ അങ്ങനെയാണ് നോക്കിയത്. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ് തോന്നിയിട്ടുള്ളത്. നമ്മളാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കൊന്നും ഇല്ലാത്തത്. അമ്മയ്ക്ക് അമ്മയുടെ സഹോദരങ്ങളുടെ കൂടെ അമ്മ നിന്നിട്ടേ ഇല്ലല്ലോ. അത് അമ്മയായി കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞല്ലേ ഞാൻ പറഞ്ഞു ചെന്ന് നിൽക്കുന്നത്. പിന്നെ അമ്മയുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അമ്മയുടെ കൂടെ നിന്ന് വളരാത്തതുകൊണ്ട് അമ്മയ്ക്ക് സഹോദരങ്ങളോട് എന്തെങ്കിലും ആ ഒരു അടുപ്പക്കുറവ് തോന്നിയിട്ടുണ്ടോ? അല്ല, അടുപ്പക്കുറവ് തോന്നുന്നുണ്ട്. അങ്ങനെ ആരുമായിട്ടേ ഇപ്പോഴാണേലും ഒന്ന് ഫോൺ വിളിക്കാൻ പോലും ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് നിന്ന്. എന്നാ റോസമ്മ പിന്നെ കുറച്ചും കൂടെ അടുത്ത്.
അമ്മ ഈ ഞങ്ങൾ 8 മക്കളെ നോക്കി. 8 മക്കളുടെ എല്ലാ പേരക്കുട്ടികളെയും അമ്മ ഒരു 3-4 മാസം മിനിമം നോക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഓരോ വീടുകളിൽ പോകുമ്പോൾ അമ്മ ഇപ്പത്തെ പേരൻസ് കുട്ടികളെ നോക്കുന്നത് കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് അത് എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അമ്മ നോക്കുന്നതിലും വ്യത്യാസമായിട്ട് ആണ് അമ്മയുടെ മക്കൾ പിള്ളേരെ നോക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ അത്രയൊന്നും വലിയ കാര്യമായിട്ട് പിള്ളേരെ അവരവരുടെ പിള്ളേരെ അവർ നോക്കുന്നു. അയ്യോ, ഞാൻ കുറ്റം കണ്ടുപിടിക്കാനൊന്നും പോയിട്ടില്ല. അവരെ കൊണ്ട് പറ്റുന്നല്ലോ എടുത്തോ. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ആരുടെ അടുത്ത് നിന്നാലും അവരുടെ കുട്ടികളെ അവരെങ്ങനെയാണ് നോക്കുന്നതെന്നുള്ളതിന് അവരെ ഉപദേശിക്കാൻ പോകാറില്ല. ഇല്ല. അത് അമ്മയ്ക്ക് എവിടെ നിന്നാണ് ഇങ്ങനത്തെ ക്വാളിറ്റികൾ കിട്ടിയെന്നുള്ളതാണ് എനിക്ക് അറിയത്തില്ലാത്തത്. അമ്മ പോലെ ബുക്കും വായിച്ചിട്ടുണ്ടോ? കാരണം കാരണം എന്നറിയാവോ അമ്മേ, കാരണം ഒരുപാട് വീടുകളിലും വഴക്കുണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചെങ്കിൽ ഈ വല്യമ്മമാര് സ്വന്തം മക്കളുടെ അടുത്ത് അമ്മമാര് പറയും ഇങ്ങനെയല്ല നോക്കേണ്ടത് എന്നുള്ള അഭിപ്രായം പറയും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ ഉണ്ണിലി ഉണ്ടായി ഇരുന്ന സമയത്ത് പോലും അമ്മ എന്നെ ഉപദേശിക്കത്തേയില്ല. ഞാൻ എങ്ങനെ എൻ്റെ കുട്ടീനെ നോക്കുന്നോ അതുപോലെ അമ്മ നിന്ന് തരും. ഇപ്പം ഞാൻ അമ്മയോട് പറയുന്നത് അമ്മ കേൾക്കുകയല്ലാതെ എൻ്റെ അടുത്ത് എനിക്ക് 8 മക്കളെയും 15 പേരക്കുട്ടികളെ നോക്കിയിട്ടുള്ള അനുഭവ ജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് ഒരു തവണ പോലും അമ്മ പറഞ്ഞിട്ടില്ല. അതിന് പകരം ഞാൻ അമ്മയുടെ അടുത്ത് പറയുവാണ്, അമ്മേ ആ ടൗലൊന്ന് എടുത്തു തരാവോ, അല്ലെങ്കിൽ ഈ കൊച്ചിനെ ഒന്ന് പിടിക്കാവോ എന്ന് ചോദിച്ചാൽ അമ്മ പിടിക്കും എന്നുള്ളതല്ലാതെ അമ്മ എല്ലാ കാര്യത്തിനും അമ്മ സപ്പോർട്ട് ചെയ്യും. അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയും ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നതെന്ന്, അല്ലാതെ നീ അങ്ങനെ ചെയ്യണമെന്നോ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്മ ഓർക്കുന്നുള്ളത് എനിക്കറിയത്തില്ല. ഉണ്ണിൽ കുഞ്ഞായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അമ്മ പറയും ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, നീ ഗൂഗിളിനോട് ചോദിക്ക് എന്ന് പറയുമായിരുന്നു അമ്മ. അതാ ഇപ്പോഴെല്ലാം ഗൂഗിളിനോട് ചോദിക്കുക. എന്നാൽ അല്ലാതെ നീ ഇങ്ങനെ ചെയ്യുന്നൊന്നും അമ്മ പറയത്തില്ല, നീ ഗൂഗിളിനോട് ചോദിക്ക് എന്നായിരുന്നു അമ്മ പറഞ്ഞു തന്നിരുന്നത്. പക്ഷേ അതും നമുക്ക് ഒത്തിരി അമ്മ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അമ്മയ്ക്ക് അറിയത്തില്ലാത്തതാണ്. ഒരുപാട് പേരൻസും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, അവരുടെ കുട്ടികൾക്ക് പുറകെ നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ ഇങ്ങനെയായിരുന്നു കുട്ടികളെ നോക്കിയത്, നീ ഇങ്ങനെ നോക്കണം. അങ്ങനത്തെ ഒരു ഉപദേശം അമ്മ ആരോടും പറഞ്ഞിട്ടില്ല. ഉപദേശം അമ്മ ആരോടും ഇപ്പം ഞാനിപ്പം സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് അമ്മയുടെ ഒരു കഥ പറയുകയാണെങ്കിൽ അതിൻ്റെ എൻഡിൽ അമ്മ ഒരു ഉപദേശം തരത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അമ്മയോട് കഥ പറയാൻ തോന്നും. അപ്പം ചില പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്ത് കഥ കുട്ടികൾ വന്ന് പറഞ്ഞാലും അതിൻ്റെ അവസാനം കുട്ടികളെ അങ്ങോട്ട് ഉപദേശിക്കും. അപ്പം പയ്യെ അവർ നമ്മളുടെ അടുത്ത് അവരുടെ സ്കൂളുകളിൽ നടന്ന കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് പറയാതാവും. കാരണം അവർക്കറിയാം ഇതിൻ്റെ അവസാനം ഒരു ഉപദേശം എനിക്ക് കിട്ടുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അമ്മയുടെ അടുത്ത് കുഞ്ഞിലെ മുതൽ എല്ലാം തുറന്നു പറഞ്ഞിരുന്നതിൻ്റെ കാരണം അമ്മ ഇതിൻ്റെ അവസാനം ഒരു ഉപദേശം എനിക്ക് തരത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ അമ്മയും ചാച്ചനും അങ്ങനെ ഉപദേശിച്ചിട്ടേ ഇല്ല. ചാച്ചനും അങ്ങനെ ഉപദേശിക്കത്തില്ലാത്ത ആളായിരുന്നു. എന്നെ ഉപദേശിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ. പിന്നെ എനിക്ക് ഉപദേശത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ അമ്മേ? അത്തെ കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഒത്തിരി ഇല്ലേ. അമ്മയുടെ SSLC ബുക്ക് നമ്മൾക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് അമ്മയുടെ സ്വന്തം അപ്പൻ്റെ സ്ഥാനത്ത് അമ്മേനെ അന്ന് സ്കൂളിൽ ചേർത്തിയ ആളുടെ പേരാണ് പാപ്പന്റെ പേരാണ് സ്വന്തം അപ്പന്റെ സ്ഥാനത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റാതെ പോയി. കാരണം നമ്മൾ SSLC ബുക്ക് കാണിച്ചിട്ട് അമ്മയോട് ചോദിക്കുവാണ് അമ്മ ഇത് ആരെന്ന് ചോദിച്ചപ്പോൾ പറയുവാണ് അയ്യോ അതെന്റെ പാപ്പനാണ്. അന്ന് ആരാണോ സ്കൂളിൽ ചേർത്തത് അയാളാണ് രക്ഷകർത്താവ്. അപ്പം ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പേ ഞാൻ അപ്പന്റെ വലിപ്പന്റെ കൂടെയായിരുന്നു. 1ാം ക്ലാസ്സിൽ തന്നെ അല്ല അദ്ദേഹത്തിന്റെ. അപ്പോൾ അന്നേരം ആയിരുന്നപ്പോ തന്നെ ഒന്നിനു മുമ്പേ ചെറുപ്പത്തിലെ അതെ അന്നേരമാണ് പാപ്പനോടി ഉള്ളത്. പാപ്പനാണ് അപ്പം ഇച്ചാന്റെ സ്ഥാനത്ത് കൊണ്ടേ ചേർത്തത്. കുറെ അകലെയല്ലേ ഇച്ചാൻ താമസിക്കുന്നത്. അപ്പൊ അമ്മ വലുതായപ്പോഴാണ് അമ്മയുടെ കൂടെ നിന്നിട്ടുള്ളത്. അമ്മയോട് അങ്ങനെ എന്തുമാത്രം അടുപ്പം ഉണ്ടായിരുന്നു? അമ്മയോടും അതുകൊണ്ട് വലിയ അടുപ്പില്ലായിരുന്നു. ഇച്ചാനായിരുന്നു എനിക്ക് വലിയ കാര്യം. അല്ല, ഇച്ചാൻ കാണാൻ വരുമായിരുന്നല്ലോ വല്ലപ്പോഴും. അത് കഴിഞ്ഞിട്ടാണേലും പിന്നെ കാറും ഉണ്ടായിരുന്നല്ലോ. അല്ല, അത് കഴിഞ്ഞ് നമ്മളെ ആ തയ്യനിയില് കൊണ്ടുവന്ന് വിടാൻ വരുമ്പോൾ ഇച്ചാൻ വന്ന് കയറി പതിച്ച് പോരാ. ഇച്ചാൻ തന്നെ വലിയ കാര്യം. എന്നോട് സ്നേഹമുണ്ട്. അല്ല, ഇച്ചാന് സ്നേഹം ഉണ്ടായിരുന്നു. അല്ല, അമ്മേനെ അമ്മ പിന്നെ വലുതായപ്പോഴല്ലേ കണ്ടേ. അമ്മച്ചിക്ക് സ്നേഹമുള്ളതായിട്ട് തോന്നുകയില്ലായിരുന്നു. ഞാനും അങ്ങനെ എൻ്റെ ചാച്ചൻ്റെ ഭാഗത്തുനിന്നും അമ്മയുടെ ഭാഗത്തുനിന്നും ഉള്ള അല്ലേ
രണ്ട് ഭാഗത്തു നിന്നുള്ള വല്യപ്പന്മാരും വല്യമ്മമാരും, അമ്മയുടെ അമ്മയാണ് ഏറ്റവും അധികം ഞാൻ കണ്ടിട്ടുള്ളത്. അമ്മയുടെ അമ്മേനെ ഞാൻ കണ്ടിട്ടുള്ളപ്പം എനിക്കങ്ങനെ നിങ്ങൾ തമ്മിൽ വലിയ അടുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്നോടും അങ്ങനെ വലിയ അടുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെ ചുമ്മാ കാണുമ്പം മിണ്ടും എന്നല്ലാതെ അങ്ങനെ ഒരുപാട് അടുപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എനിക്കങ്ങനെ വല്യപ്പന്മാരോടും വല്യമ്മമാരോടും ഒന്നും വലിയ അടുപ്പമില്ലാതെ വളർന്ന ആളാണ് ഞാൻ. കാരണം സ്വാഭാവികമായിട്ടും നമ്മളോടുള്ള പരിചയമല്ലേ നമ്മൾ തിരിച്ച് കാണിക്കത്തുള്ളൂ. പിന്നെ അമ്മേനെ അടുത്താൾ ഞാൻ ഓർക്കുന്നത് അമ്മയുടെ അമ്മയും തൊട്ടടുത്ത സീറ്റുകളിൽ ഇരുന്നാലും നിങ്ങളങ്ങനെ അധികം ഒന്നും മിണ്ടത്തൊന്നുമില്ല. പിന്നെ അമ്മ നമ്മൾ ആ ചെറുപ്പത്തിൽ അമ്മ കൂടെ നിന്നിട്ടില്ലല്ലോ, അത് നമ്മളെ ഒരുപാട് സ്വാധീനിക്കും. അതെ, കൂടെ നിന്ന. പക്ഷെ എൻ്റെ അമ്മേനെ ഞാൻ ചെറുപ്പത്തിൽ മുതലേ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അമ്മയുടെ ആ വിസ്ഡം. കാരണം ഞാൻ ഒരിക്കലും അമ്മ ആരെയും ഒരു വീട്ടിൽ ചെന്നിട്ട് അമ്മ ആരും ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ വളർന്നത്, നീ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ അമ്മ ആരും ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്നെ ഉപദേശിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊന്നും ഇത്ര ഒന്നും നിൻ്റെ കഷ്ടപ്പാടാകത്തില്ല എന്ന് കമ്പയറും ചെയ്യത്തില്ല. ഇപ്പം നമ്മുടെ ഒരു വിഷമം പറയുവാണെങ്കിൽ അമ്മ പറയത്തില്ല, ഞാനൊക്കെ ഇതിനേക്കാൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ, അതൊന്നും അമ്മ പറയത്തില്ല. ഇപ്പം എൻ്റെ ചേച്ചിമാരെയൊക്കെ 2 മാസം വേറെ വീടുകളിൽ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അമ്മ 10ാം ക്ലാസ് വരെ അമ്മ സ്വന്തം അപ്പൻ്റെ അമ്മയുടെയും കൂടെ നിന്നിട്ടില്ല. പക്ഷേ ചേച്ചിമാരുടെ പരാതി അമ്മയോട്, എന്നെ 2 മാസം അമ്മ അവിടെ നിർത്തിയില്ലോ എന്ന് പറയുമ്പം അമ്മ ഒരിക്കലും തിരിച്ചു പറയത്തില്ല, ഞാൻ 10ാം ക്ലാസ് വരെ എൻ്റെ സ്വന്തം അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിന്നിട്ടില്ല എന്ന് അമ്മ തിരിച്ചു പറയത്തില്ല. പക്ഷെ അതൊക്കെ ഒരു വലിയ വിവേകമാണ്. അത് ഇപ്പോഴത്തെ പേരൻസിന് പോലും കാണാൻ പറ്റാത്ത ആ വിവേകം അമ്മയ്ക്ക് ആ പണ്ടത്തെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നത് എന്നെ അതിശയപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ ഒരിക്കലും അതിനെ, എന്നെയാണേലും ഇപ്പോൾ ഉണ്ണിലി ഉണ്ടായപ്പം ഒരു തരത്തിലും എന്നെയോ നിതിനെയോ എൻ്റെ ഹസ്ബൻഡിനെയോ ഉപദേശിച്ചിട്ടേയില്ല. ഞങ്ങൾ വളർത്തുന്ന രീതി, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ വളർത്തുന്നു, അമ്മ അതിനെന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത് അമ്മ ചെയ്യുന്നു. പക്ഷേ അല്ലാതെ നീ ഇങ്ങനെ വേണം കുട്ടീനെ വളർത്താൻ, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് വളർത്തിയത്, അങ്ങനെയൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഞാനങ്ങനെ പ്രായമുള്ള ആൾക്കാരിൽ അതധികം കണ്ടിട്ടില്ല. സ്വതവേ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ തന്നെ ഉപദേശിക്കാനുള്ളൊരു ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. പക്ഷെ അമ്മേനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു തരത്തിലൊരു ഉപദേശം അമ്മ തരാത്തത്. പക്ഷെ അത് ആണ് ഏറ്റവും നല്ലൊരു കാര്യം. അമ്മേ